മെമ്പർമാരും നേതാക്കന്മാരും അവരുടെ ഹൈ നേതാക്കന്മാരടക്കം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളത് നിരവധി പ്രവർത്തകരും നേതാക്കന്മാരും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിലേക്ക് പെട്ടെന്ന് ആളെടുക്കുന്ന രീതിയല്ല CPM-ന്റെ രീതി. ഞങ്ങളത് ചർച്ചകൾ നടക്കുകയാണ്. ഇപ്പോൾ കിഴക്കമ്പലം പഞ്ചായത്തിൽ തന്നെ പഞ്ചായത്ത് മെമ്പർമാരടക്കം രാവിലെ 2020 പ്രവർത്തനം നിർത്തി രംഗത്ത് വന്ന സാഹചര്യമുണ്ട്. അത്തരം ചർച്ചകളൊക്കെ നടക്കുകയാണ്. ഏതായാലും ഈ മണ്ഡലത്തിൽ അതുപോലെ സമീപ മണ്ഡലത്തിൽ 2020 പ്രവർത്തനം അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള തുടർ പ്രചാരണ പരിപാടികൾക്ക് ഞങ്ങൾ രൂപം കൊടുത്തിട്ടുണ്ട്. കാരണം ശരിക്കും കൊണ്ടുപോയി ഭൂരിപക്ഷ വർഗീയതയുടെ ക്യാമ്പിൽ കൊണ്ടുപോയി ജനങ്ങളെ ചതിച്ചിരിക്കുകയാണ്. കിറ്റും കൊടുത്തു, അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറിയും കൊടുത്ത്, കുറേ മോഹനസുന്ദര വാഗ്ദാനം കൊടുത്ത് ആ പാവങ്ങളെ, പ്രത്യേകിച്ച് ഇതൊരു കാർഷിക മേഖലയാണ്, ഏറ്റവും സാധാരണക്കാരാണ്, അവരെ ഈ വാഗ്ദാനത്തിലൊക്കെ വീഴ്ച കൊണ്ടുപോയി ഒരു ചതിക്കുഴിയിൽപ്പെടുത്തിയിരിക്കുകയാണ്. ഞങ്ങൾ മധ്യമേഖല LDF ജാഥയുടെ ഭാഗമായി ബഹുമാനപ്പെട്ട MLA നയിക്കുന്ന ജാഥ ഈ മണ്ഡലത്തിൽ ഫെബ്രുവരി 6, 7, 8 തീയതികളിലുണ്ട്. ഓരോ ബൂത്തുകളിലും ആ ജാഥ പര്യടനം നടത്തും. വളരെ വിശദമായിട്ടുള്ള ശക്തമായിട്ടുള്ള ക്യാമ്പയിൻ 2020-ക്കെതിരെ, സാബു ജേക്കബിൻ്റെ ജനങ്ങളോടുള്ള ഈ ചതിക്കെതിരെ, പ്രത്യേകിച്ച് ഈ CSR ഫണ്ടിൻ്റെ ഒരു വ്യാമോഹം കാണിച്ച് ഈ പ്ലാൻ ഫണ്ട് വരെ പകുതിയോളം വിനിയോഗിക്കാതെ അതൊക്കെ ലാഭകരമാണെന്ന് പറഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചരണം, പ്രത്യേകിച്ച് ഇപ്പോൾ മറ്റൊരു രണ്ട് കോർപ്പറേറ്റുകൾ കൂടി ചേർന്നുകൊണ്ട് വലിയൊരു കച്ചവട കണ്ണോടുകൂടി പോകുന്ന പ്രവർത്തനത്തെ ഞങ്ങൾ തുറന്നു കാണിക്കും. ഒരു ഭയമില്ല. ഇപ്പോൾ 2020 ശരിക്കും ജനങ്ങളെ കുറിച്ച് വാഗ്ദാനമൊക്കെ കൊടുത്ത് അതോടെ തന്നെ വികസനത്തിന്റെ ഒരു അജണ്ടയൊക്കെ പറഞ്ഞു. അതിൽ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം, 10 കൊല്ലം കിഴക്കമ്പലം പഞ്ചായത്ത് ഭരിച്ചു, 4 പഞ്ചായത്ത് 5 കൊല്ലം ഭരിച്ചു, ഞങ്ങൾ കൊണ്ടുവന്നതാണ് എന്നു പറഞ്ഞ് കാണിച്ചു തരാൻ ഒരു വികസന പ്രവർത്തനം 2020-ക്ക് സാധിക്കുമെങ്കിൽ അവർ പറയുന്നത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക്, കിഴക്കമ്പലമാണല്ലോ അവരുടെ ടൗൺ, പട്ടണം. കിഴക്കമ്പലം പഞ്ചായത്ത് 10 കൊല്ലം ഭരിച്ചു. അവിടുത്തെ ആ ടോയ്ലറ്റ്, ആ ജംഗ്ഷനിലുള്ള ടോയ്ലറ്റ്, അതുപോലെ തന്നെ അവിടുത്തെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടായിരുന്നു, അത് പൊളിച്ചു കളഞ്ഞത്, ബസ് സ്റ്റാൻഡ്, മറ്റ് സൗകര്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ലൈഫ് പദ്ധതിയുടെ പേര് മാറ്റി ഗോഡ്സ് വില്ല എന്ന രൂപത്തിൽ ലൈഫിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് വീട് പണിത് കൊടുത്തു. അതോടൊപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി സ്കൂൾ നവീകരിച്ചു. അത് 2020-യുടെ സ്കൂളാണെന്ന് പറയും. അതുപോലെ ഓരോ ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനം പേരു മാറ്റി കൊടുത്തു എന്നല്ലാതെ ഒരാൾക്ക് ജോലി കൊടുത്ത ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം ഈ 4 പഞ്ചായത്തിൽ കാണിച്ചു തരാൻ സാബു ജേക്കബ് തയ്യാറാകണം എന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കുന്നത്തുനാട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം പിടിച്ചപ്പോൾ പറഞ്ഞു, ഈ പാടത്തിന്റെ അപ്പുറത്ത് ഇൻഫോ പാർക്കാണ്, ഇനി ആർക്കും പാടം കടന്ന് അങ്ങ് പോകണ്ട, ഇൻഫോ പാർക്ക് ഞങ്ങൾ ഇവിടെ തുടങ്ങാൻ പോവാ, ലക്ഷക്കണക്കിന് യുവജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്നു പറഞ്ഞു. അദ്ദേഹം തൊഴിൽ കൊടുത്ത ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെ കാണിച്ചു തന്നാൽ മതി ഈ 4 പഞ്ചായത്തുകളിൽ. നിലവിലുള്ള മെമ്പർമാരാരെങ്കിലും വരാനുള്ള സാധ്യത മെമ്പർമാരും നേതാക്കന്മാരും അവരുടെ ഹൈ നേതാക്കന്മാരടക്കം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവർ 1-ലധികം പേര്